പ്രാക്ടിക്കൽ ബാരിയേഴ്സ് ടു സീ ഗോഡ്. ദൈവത്തെ കാണുന്നതിനുള്ള തടസ്സങ്ങൾ 3 പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തെ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പം അപ്പൻ എപ്പോഴും മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒരമ്മയ്ക്ക് എപ്പോഴും തൻ്റെ മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു ജന്മനാ ഉള്ള ഒരു കാര്യം. ദൈവം അത് ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് ദൈവ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ കാണുന്നില്ല. ദൈവം തമ്പുരാനെ, പിതാവാം ദൈവത്തെ കാണുന്നില്ല, പുത്രനെയും കാണുന്നില്ല, പരിശുദ്ധാത്മാവിനെയും കാണുന്നില്ല. നമ്മുടെ സ്വന്തം കഴിവിലങ്ങ് ജീവിച്ചങ്ങ് പോവുക. അപ്പോൾ ഇച്ചിരി കഴിവും ഇൻ്റലിജൻസും ഒക്കെ ഉണ്ടായിട്ട് നമ്മളത് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, പഠിക്കാൻ എടുക്കുക, അതൊക്കെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം ഇൻ്റലിജൻസൊക്കെ തരും. പക്ഷേ അവർക്ക് ബുദ്ധി കൂടുമ്പോഴെന്ത് പറയും? അവർക്ക് പിന്നെ ദൈവത്തെ വേണ്ട. പലപ്പോഴും ഒത്തിരി ബുദ്ധിയുള്ളവർ ദൈവത്തെ കാണാതെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരെ എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം. ബുദ്ധി കൂടിയാലും കുഴപ്പമാണ്, ആവശ്യമുള്ള ബുദ്ധി വേണം. എല്ലാത്തിനും ഒക്കെ ക്രമമായിട്ട് കൃപയ്ക്കകത്ത് ഒഴുകുന്നത് മതിയെന്ന് പറയാനുള്ള കൃപ നമുക്കുണ്ടാകണം. നമ്മൾ ഈ ദൈവത്തെ കാണാതിരിക്കത്തക്കവണ് എന്നെ സാധനമാണ് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് നോക്കണം. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് സിൻ കോൺഷ്യസ്നസ്, അതായത് പാപത്തെക്കുറിച്ചുള്ള എപ്പോഴുമുള്ള ചിന്തയാണ്. അത് പാപം പറഞ്ഞ് പാപം പേടിപ്പിച്ച് വെച്ചിരിക്കുക നമ്മളെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലോട്ട് നമുക്ക് അടുക്കാൻ ഒക്കുന്നില്ല. ഇത് മനസാക്ഷിക്കകത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ഞാൻ പാപിയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അത് വീട്ടിൽ തന്നെ വളർത്തിയ രീതിയാണ്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ ഇതായിത്തീരിയതായിത്തെന്നൊക്കെ വലിയപ്പനും അമ്മയും കൂട്ടുകാരും അല്ലെ സഹോദരന്മാരൊക്കെ പറഞ്ഞൊക്കെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ചിന്ത കിടക്കുന്നത് ആ ഒരു സിൻ കോൺഷ്യൻസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ കോൺഷ്യസ്നസ്. ഇറ്റ് ഡിസോണേഴ്സ് ബൈ തിങ്കിങ് ദാറ്റ് യു ആർ ഓൾവേസ് സിൻഫുൾ. എപ്പോഴും പാപിയാ, കൊള്ളത്തില്ല എന്നുള്ള ചിന്തയിട്ട് ഒരു അൺവേർതി ഫീലിംഗ് ഇടും. അത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഇടയ്ക്കാണ്. മറ്റുള്ളവരെ ഇങ്ങനെ അവരുടെ കുറവുകൾ ഇങ്ങനെ സൂചി പോലെ കണ്ടുപിടിച്ചത് ഒന്നുമില്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കിയെങ്കിൽ അവരെക്കുറിച്ച് പറയണം എന്നുള്ള ചിന്തയുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ വിശ്വാസികളുടെ ഇടയ്ക്ക് കൂടുതൽ, കാരണം നമ്മുടെ മേലാണല്ലോ ചോദ്യം കൂടുതൽ വരുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു വചനം അങ്ങോട്ട്, ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനങ്ങോട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് തെറ്റു പറഞ്ഞത് എന്ന് നോക്കി ഇരിക്കുന്ന ചിലരുണ്ട്. വാക്യത്തിനകത്ത് കൊട്ടേഷൻ ഒരെണ്ണം തെറ്റെങ്കിൽ അതേ മാത്രം പിടിച്ചു നിൽക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ആത്മാവിൽ കേൾക്കുന്നവൻ അതിനകത്ത് വേണ്ട മുത്തുകൾ എടുത്തുകൊണ്ട് പോകും. നിനക്ക് വേണ്ടാത്ത വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. നീ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? നമ്മുടെ ഹൃദയം ഒത്തിരി ശുദ്ധമാകാൻ കിടക്കുന്നു. ഞാൻ ഭാവി എന്നും പറഞ്ഞുകൊണ്ട് അത് ഗമ പറഞ്ഞ് നടക്കുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ ഈ ലോകത്ത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതങ്ങനെയാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാൻ ഭാവി എന്ന് പറഞ്ഞപ്പോഴും യേശുവിന് ഇപ്പം എൻ്റെ മക്കൾ വന്നു ഞാൻ ഭാവി മമ്മി മാതാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എന്നാ നല്ല ബുദ്ധിയില്ലെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. അല്ല, ഏതെങ്കിലും അപ്പനും അമ്മയും നമ്മുടെ മക്കൾ വന്ന് ഞാൻ ഭാവിയാന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും അവിടെ ഏതൊരപ്പനും അമ്മയ്ക്കും അവരുടെ മക്കളുടെ നന്മയെക്കുറിച്ചും അവരുടെ മക്കളുടെ ഗുണത്തെക്കുറിച്ചും കൊച്ചുമക്കളുടെ പ്രശംസയെക്കുറിച്ചും പറയാനുള്ള അവസരമാക്കി മാറ്റേണ്ടതിന് പകരം നമ്മളതിനെ താഴ്ത്തി അവരെ ഡീഗ്രേഡ് ചെയ്ത് വെക്കുന്നു. നമ്മൾ ഓർക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന സഭയെ മുഴുവൻ സൂക്ഷിക്കാമെന്ന് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20 പറയുന്നുണ്ട്, 20-28 പറയുന്നു. തൻ്റെ രക്തം കൊണ്ടാണ് ഈ യേശു ഇതിപ്പോൾ ഇവിടെ നിർത്തുമ്പോഴേ നമ്മൾ പണം കൊടുത്തോ അല്ല സ്വർണം കൊടുത്തോ ഒന്നും വാങ്ങിച്ചതല്ല. കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിച്ചുണ്ടാക്കിയ സഭയെ അതിനെ നോക്കാനും അതിനെ പരിപാലിക്കാനും ദൈവം ആളുകളെ വെച്ചിട്ടുണ്ട്. അവരവരുടെ ജോലി ചെയ്താൽ പല പ്രശ്നങ്ങളും മാറും. പക്ഷെ അവർ ചെയ്യുന്നില്ല എങ്കിൽ വേദപുസ്തകം ഉണ്ടല്ലോ, നമുക്കെങ്കിലും ആത്മാവിൽ ബലപ്പെടാൻ ദൈവം പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെങ്കിലും രക്ഷിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20-28 അതൊരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. പൗലോസ് പറയുന്നത് എന്താണ് നിങ്ങൾക്കുള്ള ജോലി, ആരെയാണിതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? 20-28 നിങ്ങളെ തന്നെയും നമ്മളെ ഒരു സ്വന്തം രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ ഭവനത്തിലും ഓരോ വ്യക്തികളെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പറയാം അവനെന്താ പ്രാർത്ഥിക്കാത്ത, നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിനക്കായിരിക്കും ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരാകുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ഒരു വീട്ടിലെല്ലാവരും ആത്മാവിൽ നിറയണമെന്നില്ല, ചിലർക്കാണ് ചോയ്സ് ഉള്ളത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ ജീവിച്ച കാലത്ത് 6 പേരായിരുന്നു.
എൻ്റെ അമ്മയ്ക്കാണ് വരമുണ്ടായിരുന്നത്. ആ വരം എനിക്ക് കിട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഡോക്ടറായിരുന്നു. അവരുടെയൊക്കെ ആത്മാവുള്ള സ്ത്രീയായിരുന്നു. അതേ വരം എൻ്റെ ഹസ്ബൻഡിന് കിട്ടി. എന്താണ് വരങ്ങൾ വരുന്നത്? ഒരു മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി താഴോട്ട് വരുന്നത്, അത് പകർന്ന് എല്ലാവരിലും പാസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കൊടുക്കാതിരുന്ന എങ്ങനെയാ? പറയാതിരുന്ന എങ്ങനെയാ? ഇപ്പോൾ സിൻ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്തു വീണ്ടെടുത്തത് അവൻ്റെ രക്തം കൊണ്ടാണെന്ന് പഠിപ്പിക്കണം. എൻ്റെ രക്തം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ്. അതായത് ആട്ടുകൊറ്റൻ്റെയും കാളക്കുട്ടിയുടെയും രക്തം കൊണ്ടൊന്നും അല്ല എന്നെ വാങ്ങിച്ചത്. എന്നെ വാങ്ങിച്ചത് സ്വന്തം പുത്രനായ യേശുവിൻ്റെ രക്തം കൊണ്ടാണെന്ന്. അപ്പോൾ വി കം ബിഫോർ ദി സ്പിരിച്വൽ സ്റ്റേബിൾ ഇൻ ദി സ്പിരിച്വൽ കോണ്ടമിങ് മെൻറ്റാലിറ്റി. അതായത് ഞാൻ അൺവേർതിയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, അതുകൊണ്ട് എന്നെ ആരും കാണണ്ട, ഞാൻ അങ്ങനെ വളരെ ഭൗമ്യമായിട്ട് ഞാൻ കർത്താവിൻ്റെ കുർബാന അല്ലെ തിരിച്ചരി അനുഭവിക്കാൻ ഓടിച്ചെല്ലുകയാണ്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ശരി, നിൻ്റെ പാപമുണ്ട്, അതെല്ലാം നേരത്തെ ചിലക്ക് പള്ളി കയറുമ്പോഴേ അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴേ അത് അഴിഞ്ഞു പോയെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചെങ്കിൽ, അത് തുടച്ചു മാറ്റിയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചെങ്കിൽ നമുക്ക് വ്യത്യാസം വരും. ഇതൊരു വലിയ ദുഷ്ടൻ്റെ കളിയാണ് ഇവിടെ കളിക്കുന്നത്. ഒരിക്കലും നീ വേർതിയാന്ന് ചിന്തിച്ചു പോകരുത്. അവിടെ ഒരു വലിയ കളിയുണ്ട്. അത് എത്രമാത്രം ആഴമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. വളരെ ആഴമായിട്ടത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഓഫ് അൺവേർതിനെസ് ഹാസ് ടു ഗോ. നമ്മൾ ഈ ഇങ്ങനെ കർത്തൃമേശ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുർബാനയ്ക്ക് എല്ലാ കുറവുകളും, എല്ലാ ഷോർട്ട് കമ്മിങ്സും, എൻ്റെ ബലഹീനതയും, പിന്നെ എൻ്റെ ബുദ്ധിമന്ദതയ്ക്ക് വന്നതേ എല്ലാം ആലോചിച്ച് ഒരുതരം ദുഃഖിച്ച് വേദനിച്ച് അങ്ങോട്ട് ചെന്നേച്ച് അതേ മുഖത്തോടെ തിരിച്ചു വരുന്ന കാണാം. എന്തവിടെ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നീ വിശ്വസിച്ചത് എന്തുവാ? അതിന് പകരം ഞാൻ പറയുക, ശരിയാണ്, ബലഹീനതയുണ്ട്. ഈ ഒരാഴ്ച അതിനെല്ലാം ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ യേശുവിൻ്റെ മുമ്പിലേക്ക് പുതിയ വസ്ത്രം ഇട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഇന്ന് കർത്താവിനെ അനുഭവിക്കാൻ പോവുക. സോ ദാറ്റ് മീൻസ് ആ ഓപ്പർച്യൂണിറ്റി, അതായത് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജയിലിൻ്റെ വാതിൽ തുറന്നിട്ട് ഒരു ദിവസത്തേക്ക് നിൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ പറഞ്ഞു വിടുമ്പോൾ അതെന്തോ ഒരു സന്തോഷത്തിലാണ് മനുഷ്യൻ പുറത്തോട്ടിറങ്ങി വരുന്നത്, ഇല്ലേ? നമ്മുടെ മുഖത്ത് ഒരിക്കലും കർത്താവ് നിത്യമായിട്ട് അവനെ അനുഭവിക്കാൻ നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുക. നമ്മൾ ഒരിക്കലും സന്തോഷിക്കത്തില്ല. ഇതൊരു എപ്പിഡമിക് പോലെ, ഇതൊരു ബാധ പോലെ എല്ലാ വിശ്വാസികളുടെ ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. അതിലാണ് പിശാചിൻ്റെ തന്ത്രം ഇരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇപ്പം വേർതിയായിട്ട് തോന്നിക്കുന്ന ഒരാൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയമില്ലേ? നമുക്ക് അങ്ങനെയുള്ളവരുടെ അടുക്ക പോയി നിൽക്കാൻ തോന്നുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ടൊക്കെ വലിയപ്പച്ചന്മാർ ആധികാരമായിട്ട് ചില കാര്യങ്ങൾ, നമ്മുടെ തന്നെ ചെങ്ങന്നൂർ പുത്തൻകാലാകുമ്പോൾ അവിടെ ഒരു ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ അവിടോട്ട് പോകും, ചുമ്മാ ചോദിക്കാനായിട്ട്. ദേശത്തെ ഒരു പ്രമാണി, നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാൾ യേശുവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം ആ യേശുവിൻ്റെ അടുക്ക് സന്തോഷത്തോടല്ലേ പോകണ്ടേ? ആ കാരണവരനോടൊന്ന് ചെന്ന് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു വിടണമെങ്കിൽ അങ്ങനെ ഒരാളുണ്ടോ ഭവനത്തിൽ? ഉണ്ടാകട്ടെ എന്ന് പറയും. അപ്പോൾ സിൻ കോൺഷ്യൻസസ് അറ്റ് ദ ടേബിൾ ഡസ് നോട്ട് ഓണർ ദ സാക്രിഫൈസ് ഗോഡ് ഡിഡ്. ഇറ്റ് ഡിസോണേഴ്സ് ഇറ്റ്. ദൈവം ചെയ്തത് നമ്മളങ്ങ് മറന്നു പോകുകയാണ്. അപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് പാപം കഴുകാനാണ് യേശു വന്നതെന്നും പാപം തുടച്ചു നീക്കി എന്നും പറയിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഇത് മാറ്റുന്നില്ല എങ്കിൽ ഇത് ദിനംപ്രതി ചെയ്യുന്ന റെപ്പറ്റേറ്റീവ് സ്പിരിറ്റായിട്ട് മാറുന്നു. പിശാച് പറയാം, അവൻ ചെയ്തോട്ടെ, എന്നും പോയി ചെയ്തോട്ടെ, എന്നാ ഗുണമാണ് ഇല്ലേ? ഇപ്പോൾ എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കാൻ, ഞാൻ ആ ഭക്ഷണത്തിനകത്തെല്ലാം അല്പം ഇച്ചിരി പോയിസൺ ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അവൻ ഇല്ലാതാകും. അവർ പോയിസണാണ് ഈ നെഗറ്റീവ് തോട്ട്. മാറാനിരിക്കുന്നു, ഒത്തിരി എനിക്കറിയാം ഇതൊക്കെ ഇച്ചിരി സത്യങ്ങൾ ചിലർക്ക് ആത്മാവിൻ്റെ തീയിൽ പറയിപ്പിക്കുന്നത് എവിടെയെങ്കിലും ചെന്ന് കൊണ്ട് ഇത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ലെന്ന് എനിക്കറിയാം. അത് സത്യം തന്നെയാണ്. രണ്ടാമത്തെ യുവർ ഓൺ അൺവേർത്തിനെസ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞു? കുർബാന കഴിഞ്ഞേച്ച് നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിക്കുകയാണ്. റോമർ എഴുതിയ ലേഖനം 8:10, there is no condemnation for those who are in Christ Jesus. ക്രിസ്തുവിലായവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ലെന്ന് വചനം പറയുന്നു. നിന്നെ നീ തല നൂർത്ത് നടക്കണ്ടേ? ഇനി ആ ഒരു സന്തോഷം അത് കഴിയുമ്പോൾ ഉണ്ടാകണ്ടേ? അതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടയിലൊക്കെ ചില ചർച്ചകളിലൊക്കെ ആ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. നല്ല കാര്യം. അപ്പം
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ട്രീറ്റിംഗ് ദ ബ്ലഡ് ഓഫ് ജീസസ് ദാറ്റ് ഓഫ് നമ്മളിൽ എൻ്റെ ബലഹീനത മാത്രം വിളിച്ചു പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ രക്തത്തിന് ആട്ടുകൊറ്റൻ്റെയും കാളക്കിടാവിൻ്റെയും രക്തത്തെക്കാട്ടി വിലയില്ലെന്ന് പറയിപ്പിക്കുക ചെയ്യുന്നത്. അതല്ല, ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുക്കുമെന്ന് പറയുമ്പം ആ മഹത്വം എൻ്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ആ പ്രകാശത്തിലാണ് ഞാൻ പിന്നെ നിൽക്കേണ്ടത്. അതിനാണ് എല്ലാ ഞായറാഴ്ചയും കൂടുന്നത്, അതിനാണ് ഇടയ്ക്ക് പ്രാർത്ഥന നടത്തുന്നത്, അല്ലേ? അല്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ചിലപ്പം നമ്മളൊക്കെ, ഞാനൊക്കെ എൻ്റെ ബ്രദറിൻ്റെ അടുക്കലൊക്കെ പോകും, എന്നാ നല്ലത് പറഞ്ഞാൽ അഴുക്കായിട്ട് ചിന്തിക്കത്തുള്ളൂ. കാരണം അന്തരാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ദൈവമകനാന്നുള്ള ബോധം വന്നിട്ടില്ല. നമ്മളെന്ത് പെനട്രേറ്റ് ചെയ്യാൻ വയ്യാത്ത പോലെ തന്നെത്താനെ നെഗറ്റീവ് തോട്ട്സിൽ അങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. നമ്മളെങ്ങനെ അഴിക്കണം എന്ന് വിചാരിച്ചാലും അഴിക്കാം. അങ്ങനെയാണ് പലരും. എങ്ങനെ ഈ ബന്ധനം, ഈ പിശാചിൻ്റെ നുണയെന്ന് പറയുന്നത് ഇന്നും തുടങ്ങിയല്ല. ഫ്രം ദ ടൈം കൊച്ചിലെ തൊട്ട് ഇത്ര വർഷം വരെ പണിത് വെച്ചിരിക്കുന്ന ഒരു കോട്ടയ്ക്കകത്ത് ജീവിക്കുന്ന പലരെ ഇല്ലേ, കാണുന്നില്ലേ? ഇത് അഴിക്കാൻ ദൈവം ആഗ്രഹിച്ചാലും വചനം പറയുന്നു ഇത് ചുറ്റിക പോലെ പുലർക്കുന്നതാണെന്നും പാറയെ പുലർക്കുന്നതാണെന്നും ഇത് തീ പോലെ ചെന്ന് ജ്വലിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് വചനം ചെന്ന് കൊള്ളാൻ വയ്യാത്തവണ്ണം ഇവർ അടച്ചു വച്ചിരിക്കുന്നു. മാറിപ്പോകട്ടെ. അപ്പം നമ്മൾ 2 കൊരിന്ത്യർ 5:21 പിന്നെ പറയുന്നത്. അതായത് 2 കൊരിന്ത്യർ പറയുന്നത്, പാപമില്ലാത്തവൻ എനിക്ക് വേണ്ടി പാപമായപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ബോധം എന്നിൽ വരുന്നില്ല, ആ സത്യം അറിയുന്നില്ല. അപ്പം നിൻ്റെ അൺവേർത്തിനെസ് മാറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം പറഞ്ഞ് അതായത് ഇപ്പം നമ്മളിപ്പം ഈ പള്ളിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പെന്തക്കോസ്ത് ദിവസത്തിൽ വെള്ളം ഇങ്ങനെ തളിക്കും. അപ്പോൾ പല സ്ത്രീകൾ എൻ്റെ ഇരിക്കുമെന്ന് പറയും, അതിൽ നിന്നൊരു തുള്ളി വെള്ളം വീണപ്പോൾ എനിക്കെന്തൊരു സന്തോഷമുണ്ടായിരുന്നു. കർത്താവിൻ്റെ രക്തം എന്നും ഒഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കർത്താവിൻ്റെ വെള്ളം എൻ്റെ മേൽ എന്നും പകർന്നുകൊണ്ടിരിക്കുക. അത് കാണുന്നില്ലേ? അവിടെ കാണുന്നത് കണ്ട് എന്നും ഇത് ഒഴിക്കുകയല്ലേ ദൈവം തമ്പുരാൻ നമ്മുടെ മേൽ. ഒരു വർഷത്തിൽ ഒരിക്കലേ ഇത് നടക്കുന്നുള്ളൂ. അതൊറ്റ ഓർമ്മ പുതുക്കുന്നത് മാത്രമല്ലേ, ഇതെന്നും ചെയ്യണ്ടേ. കർത്താവിൻ്റെ 3-ാമത്തെ പോയിന്റ് പറയുന്നത് നിൻ്റെ ഇഗ്നറൻസ്, അറിവില്ലായ്മ. ഇതൊരു ലീഗൽ പ്രോസസ്സിംഗ് ആണ്, പക്ഷെ അറിയത്തില്ല. യു ആർ ഗിവിങ് വോയിസ് ആൻഡ് ആക്ഷൻ ടു ദ ഡിക്ലറേഷൻ ഓഫ് യുവർ ഫ്രീഡം ആൻഡ് യുവർ കവനന്റ് ഡിക്ലറേഷൻ. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ഞാനാണ് വിളിച്ചു പറയേണ്ടത്, എല്ലാവരുമല്ല. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്, എനിക്ക് രോഗം, ഇപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ആ രോഗിയാണ് പറയേണ്ടത് എനിക്ക് സൗഖ്യം കിട്ടുന്നത്. അവരുടെ ഉള്ളിലുള്ള അന്തരാത്മാവിനെ കത്തിക്കാനാണ് നമ്മൾ പോയത്. കത്തിക്കേണ്ടത് യേശു. നമ്മൾ വചനം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു നിൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല, അവർ പറയണം, ഇല്ലേ? അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ കർത്താവിൻ്റെ തിരുശരീരം തിരുരക്തവും ഞാൻ അനുഭവിച്ചെങ്കിൽ എനിക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു, എൻ്റെ പാപം തുടച്ചു മാറ്റി, ഇനി അവിടെ പാപമേ ഇല്ല എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമ്മൾ മാറണം. ഈറ്റ് ആൻഡ് ലീവ്. ഇതാ പറയുന്നത്, എന്നെ ഭക്ഷിക്കുക, നീ ജീവിക്കുക. അത് ഈ ജീവൻ അകത്തുനിന്നാണ് പറയേണ്ടത്. ദ ബ്ലഡ് ഓഫ് ഗോഡ് ഈസ് പർച്ചേസ്ഡ് യു. യു ആർ ഈറ്റിംഗ് ഹിസ് ലൈഫ്. സ്റ്റാർട്ട് ടേക്കിംഗ് കമ്മ്യൂണിയൻ ഡെയിലി. ഡു ഇറ്റ് എവറി മോർണിംഗ്. ഇറ്റ് ഈസ് ഗിവിങ് യു ലൈഫ്. സ്പിരിറ്റ് കംസ് ഫ്രം ഇൻസൈഡ്. അകത്തെ ആത്മാവ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ യേശുവിനെ മരിച്ചവരെന്ന്. അപ്പോൾ ഈ റോമർക്കെഴുതിയ ലേഖനം 8:11 വരുന്നു, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ ജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. അതിൻ്റെ ഓർമ്മ എന്നും കർത്താവുമായിട്ടുള്ള ബന്ധം പുതുക്കിക്കൊണ്ടേയിരിക്കുക. ദൈവത്തെ പോലെ ആകാൻ, ദൈവത്തിനെ പോലെ ജീവിപ്പാൻ, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഫെലോഷിപ്പ്, അതാണ് കൂട്ടായ്മ, അതാണ് കൂട്ടായ്മയുടെ സാരം. ക്രിസ്തുവുമായിട്ടുള്ള ജീവിതം. അപ്പോൾ ക്രിസ്തുവിനെ ശരിയാകുമ്പോൾ പിതാവുമായിട്ട് ശരിയായി, പരിശുദ്ധാത്മാവുമായിട്ടും ശരിയായി. പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവി ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഞങ്ങളുടെ അറിവില്ലായ്മയും പിന്നെ ഞങ്ങളുടെ സിൻ കോൺഷ്യൻസ്നെസ്സും അതുപോലെ അൺവേർതിനെസ്സും ഇങ്ങനെയുള്ള ചിന്തകൾ മൂലം നിൻ്റെ അടുക്കിലേക്ക് അടുക്കാൻ ഇന്നും ഒക്കാതെ എത്ര പേര് രോഗത്തിൽ, ഭാരത്തിൽ, കടബാധ്യത്തിൽ കിടന്ന്, ദുഷ്ടൻ്റെ അധിപത്യത്തിൽ കിടന്ന് പെടയുന്നത് കർത്താവേ. എങ്ങനെ ഈ വചനം ചെന്ന് ഓരോ കുടുംബങ്ങളിൽ ചെല്ലുമെന്ന് കേൾക്കുന്ന അനേക കുടുംബങ്ങളിലേക്ക് ഇത് പകർന്ന് പ്രാവർത്തികമാക്കണമേ. നമുക്കൊരാളെയും അതിര് കഴിഞ്ഞ് സഹായിക്കാൻ ഒക്കത്തില്ല, അതിന് പരിമിതി ഇട്ടിട്ടുണ്ട് നീ. എന്നാൽ പരിമിതിയില്ലാത്ത ദൈവമാണല്ലോ മുമ്പിൽ നിൽക്കുന്നത്. ഈ പറയുന്ന യേശു ഓരോ വ്യക്തിയുടെയും ഭവനങ്ങളിൽ കയറി ചെന്ന് അവരുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തണം.
ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം, അതിനകത്ത് വേറൊരു സെക്കൻഡ് പാർട്ടി വരുന്നില്ല. ഞാനും ദൈവവും മാത്രമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ കൂട്ടായ്മ ശരിയായി. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അത് കഴിഞ്ഞിട്ടേ മനുഷ്യനും മനുഷ്യനായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രകൃതിയിലോട്ട് വരുന്നു. അപ്പോൾ ഈ പ്രകൃതിയിൽ കാണുന്ന വൃത്തികേടെല്ലാം മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെടാത്തതിൻ്റെ ഒരു റിസൾട്ടല്ലേ ആണ്. പ്രകൃതി ഇത്ര മനോഹരമായ ഒരു എർത്തിനെ, ഭൂമിയെ നമുക്ക് ഏൽപ്പിച്ചിട്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ്റെ ആത്മാവ് മനുഷ്യനിൽ ഇല്ലാത്തിടത്തോളം കാലം അത് നശിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യൻ തന്നെത്താനെ നശിപ്പിക്കുമെന്ന്, തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതിയും യുദ്ധത്തിൻ്റെ ഓരോ കെടുതികളും, അത് കഴിയുമ്പം വെള്ളപ്പൊക്കം, പിന്നെ ബഹളം, എന്തെല്ലാം നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും തൻ്റെ മക്കളെ തൻ്റെ ചിറക് കൊണ്ട് സൂക്ഷിക്കുന്ന ദൈവം. ഓരോ വ്യക്തിയും ഒന്ന് എഴുന്നേറ്റ് ഈ സത്യത്തെക്കുറിച്ചൊന്ന് പറയാൻ, ഹൃദയത്തിക്കൊന്ന് പറയാൻ, മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ കർത്താവിൻ്റെ ആത്മാവെടുത്ത് ഉപയോഗിക്കണം. തലമുറ തലമുറയായിട്ട് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം, ശാശ്വതമായ ദൈവം കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ എൻ്റെ കൈ കൊണ്ട് പിടിച്ച് ഇതിൻ്റെ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് തന്നിട്ട് അത് പോരാ, വേറെ വേണമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന വല്ല ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളഞ്ഞേച്ച് പൂർണ്ണമായിട്ടും നിന്നിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന് നന്ദി, ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.